വെൽക്കം ബാക്ക് ടു ഈസ്തെറ്റിക് മാസൻഡറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളി നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുക്കുന്നത് ഒരു ഐസ്ക്രീം ബോട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് അത് റാപ്പ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പെയിൻ്റ് അടിക്കുകയോ ക്ലേ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നും കൂടി എക്സ്പെൻസ് അല്ലേ. പക്ഷേ ഈ നമ്മുടെ ഒരു ലൈൻഡ് ടെക്സ്ചർ എന്ന് പറയുന്നത് അത് നോട്ട് ഔട്ട് ഓഫ് ട്രെൻഡാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എഡ്ജസൊക്കെ ഞാൻ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആക്കി വെക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വരുന്ന ഇതിനെയാണ് എനിക്കൊരു കഥ പറയാനുള്ളത്, ഷോർട്ട് സ്റ്റോറി. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇതെല്ലാം വാരിക്കുട്ടി എവിടെ വെക്കണം എന്നിങ്ങനെ ചോദിക്കും. പക്ഷെ ഇന്ന് എൻ്റെ അമ്മയായിരുന്നാലും അച്ഛനായിരുന്നാലും ഓരോ സാധനങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയും, മക്കളെ ഇതിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, ഇതിലങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതിലിങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതേപോലെ അവരായിട്ട് എടുത്തു കൊണ്ട് തന്നതാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം കുറേ വെറൈറ്റി ഉണ്ട്, എന്തൊക്കെയോ ഒരു പ്രത്യേകത അതിനുള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഇതിനെ നിർത്താനാണ് നോക്കിയത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചരലോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ മണലരിച്ചതിൻ്റെ വേസ്റ്റ് കുറേ നമുക്ക് കല്ല് കിട്ടില്ലേ, അത് വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മണ്ണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മണ്ടത്തരം കാണിച്ചു. എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ തട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും മെസ്സാവില്ലായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്നുള്ളൊരാക്രാന്തത്തിൻ്റെ പുറത്ത് മണ്ണ് കൊണ്ടുവന്ന് എടുത്തു തട്ടി, പിന്നെ ഞാനത് ഫുള്ള് ക്ലീൻ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ചാടിക്കേറിയ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്, ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതാണെങ്കിൽ നമുക്ക് തിരുത്താനെങ്കിലും പറ്റും, മറ്റേതാണെങ്കിൽ നമുക്ക് തിരുത്താൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ചോരോന്ന് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന്. പിന്നെ ഇതും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു കാര്യമാണ്. കാരണം കടയിൽ പോയപ്പോഴത്തേക്കും ജസ്റ്റ് ബ്രൗൺ വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രൗൺ അതെനിക്ക് വേറെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബ്രൗൺ വാങ്ങിച്ചത്. അപ്പം ഈ പേസ്റ്റൽ ഷെയ്ഡ് കണ്ടിട്ട് എനിക്ക് കുറേ ദിവസം കൊണ്ട് ഞാൻ എടുക്കും തിരിച്ച് വയ്ക്കും സെറ്റായിട്ട്. അപ്പോൾ അന്ന് ഞാൻ വെച്ചാൽ ലാവൻഡർ മാത്രം എടുക്കുക. ലാവൻഡർ എൻ്റെ കുറച്ച് ഫേവറേറ്റാണ്, അങ്ങനത്തെ ഫേവറേറ്റ് അല്ല, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് ഇതിൽ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കി. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഗ്ലൂ ഗണ്ണ് ചൂടാക്കായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബോക്സ് തമ്മിൽ സെപ്പറേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് നിങ്ങൾക്ക് ഫെവിക്കോളിൻ്റെ പശ ഇറ്റിച്ച് കൊടുത്താലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ഇൻ കേസ് ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളെല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് ചിലപ്പോൾ ഗ്ലൂ ഗണ്ണ് വർക്കിംഗ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ തേടേണ്ട വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ രീതിക്ക് നിങ്ങൾ ചിന്തിച്ച് ഓരോന്ന് ചെയ്യുക. അല്ലാതെ എപ്പോഴും നമ്മൾ ഒരു വീഡിയോയിൽ ഡിപ്പെൻഡ് ആയിരിക്കണം, അങ്ങനെയൊന്നും ചെയ്യരുത്. ഇപ്പം നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്കില്ല് നിങ്ങൾ വളർത്തിയെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇതും പെബിൾസ് വാങ്ങാനെന്ന് പറഞ്ഞാൽ എക്സ്പെൻസാണ്, അതും കിട്ടില്ല. 10 രൂപയായിരുന്നാലും അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഇത് വന്നിട്ട് നമ്മൾ വെള്ളാരം കല്ലെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ കുത്തിപ്പൊട്ടിച്ചെടുത്തതാണ്. അതെടുത്ത് നല്ല വൃത്തിയായി കഴുകി. പക്ഷേ ആ ഒരു ഗ്രീൻനെസ്സൊക്കെ ഞാൻ റിമൈൻ ചെയ്തിട്ടുണ്ട്. അതിലെന്തോ ഒരു ഭംഗിയുള്ളത് തോന്നിയത് കൊണ്ട് അങ്ങനെ ഞാൻ ആ കല്ലെടുത്ത് കഴുകി. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരേ വലിപ്പമായിരുന്നെങ്കിൽ പോലും ഇത്രയും ഭംഗി തോന്നിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ പല വലിപ്പത്തിലുള്ള കല്ലുകളാണ് എടുത്തത്. കല്ലുകളെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു വർക്കാണ്. കാരണം നമ്മളെ കയ്യിൽ 5 പൈസ ചിലവില്ലാതെ നമുക്ക് തന്നെ വീടിങ്ങനെ ഡെക്കോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് അതെങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഫുൾ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പാളിപ്പോയി. പലപ്പോഴും ഇങ്ങനെ ഓരോന്നെന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അത് സെറ്റാവാറില്ല. പക്ഷേ ഈ നമ്മൾ പരിശ്രമിക്കും തോറേ നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത്. ശരിക്കും ഞാൻ ഇതിൽ വെക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഐ വാസ് ഹാപ്പി വിത്ത് ദാറ്റ്. ആ ഒരു കാര്യം മാത്രം മതി. നമ്മൾ ഒരിക്കലും സംതൃപ്തി ആവാതെ നമുക്കൊരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ അത് സക്സസ് ആവുകയുള്ളൂ. അത്രയേ ഉള്ളൂ, കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. അമ്മ പറഞ്ഞ, മക്കളെ താഴോട്ട് എന്തെങ്കിലും ഇങ്ങനെ പെയിൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിക്കുന്ന ചെടിച്ചട്ടിയുടെ കളറാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.
ഇതിലും ബെറ്റർ ആക്കാവുന്ന എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു